കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. ശബരിപാത ഭൂമി ഏറ്റെടുക്കൽ ഓഫീസുകൾ വീണ്ടും തുറക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയുടെ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടിയുള്ള ലാൻഡ് അക്വിസിഷൻ ഓഫീസുകൾ നിർത്തലാക്കിയത് പുനരാരംഭിക്കുമെന്നും അതിനായി കൂടുതൽ ജീവനക്കാരെ നിയമിക്കുമെന്നും ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം മന്ത്രി വി അബ്ദുൾ റഹ്മാൻ അറിയിച്ചു. റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തിന്റെ സന്ദർശനത്തോടെ നിർമ്മാണത്തിനുള്ള നടപടി തുടങ്ങും. ശബരിപാതയ്ക്ക് വേണ്ടി 3 ജില്ലകളിലായി 204 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. എറണാകുളം ജില്ലയിൽ ആവശ്യമായ 152 ഹെക്ടറിൽ, അങ്കമാലി, കാലടി, താന്നിപ്പുഴ പ്രദേശങ്ങളിൽ ആവശ്യമായതിൽ 24.40 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കുകയും അതിന്റെ പണം നൽകി കാലടി, മറ്റൂർ, തലശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷനും റെയിലും പണിയുകയും ഏറ്റെടുത്ത ബാക്കി സ്ഥലങ്ങൾ മണ്ണടിച്ച് നികത്തിയിട്ടുണ്ട്. പെരിയാറിന് കുറുകെ റെയിൽവേ പാലം പണികഴിപ്പിച്ചിട്ടുമുണ്ട്. ശബരി പദ്ധതി നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രിയുമായി കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തി പണികൾ പുനരാരംഭിക്കാൻ തീരുമാനമായിരുന്നു. പാത കടന്നുപോകുന്ന കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ കളക്ടർമാരും KRDCL റെയിൽവേ നിർമ്മാണ വിഭാഗം ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വർഷങ്ങളായി ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ പണികൾ നടക്കുന്നുമില്ല. വീഞ്ഞപ്പനം നടത്തി, വിജ്ഞാപനം നടത്തി കല്ലിട്ടുപോയ സ്ഥലങ്ങളിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അനവധിയാണ്. സ്ഥലം ഏറ്റെടുത്തവർക്ക് പണം കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഈ സ്ഥലം ബാങ്ക് പണയപ്പെടുത്താൻ സാധിക്കുന്നില്ല. പഠിത്തം, വിവാഹം, ചികിത്സ, വീടുപണി, തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ബാങ്കുകളിൽ ഈടുവെക്കാൻ സാധിക്കാത്ത അവസ്ഥ. എത്രയും വേഗം ഏറ്റെടുത്ത സ്ഥലങ്ങളുടെ പണം ജനങ്ങൾക്ക് നൽകി പണികൾ തുടങ്ങാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.